അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, വളരെ ഉപകാരമുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഉസ്താദെ. വളരെ നന്നായിട്ടുണ്ട് ഉസ്താദെ. ഉസ്താദെ, ഞാൻ ഉസ്താദിൻ്റെ ഇപ്പോൾ ഇന്നത്തെ ഒരു ഇബാറത്തിൽ അവിൻതഖല മിൻ യദിൻ ലി ഉഖ്റ, ഒരു കൈ മറ്റേ കൈയിലേക്ക് നീങ്ങി വെള്ളം എന്ന് പറയുന്നു ഉസ്താദെ. അങ്ങനെ ആകുമ്പോൾ നമ്മളിപ്പോൾ കൈ കഴുകുമ്പോൾ രണ്ട് കൈയും ഒന്നിച്ചിട്ടാണല്ലോ പിടിച്ചിട്ട് ഓരോ കൈക്കും ഇങ്ങനെ പാരുക. അപ്പോൾ ഈ രണ്ട് കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് വെള്ളം ഇടത്തെ കൈയിലേക്കും ഇടത്തെ നിന്ന് വലത്തേക്കും ആകുമ്പോൾ ഒരു കൈയിൽ നിന്ന് മറ്റേ കൈയിലേക്ക് നീവുക എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇവിടെയും കൂടി ഇഖ്തിറാഫിന്റെ നിയ്യത്ത് വേണോ ഉസ്താദെ? അല്ല ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒന്നിൽ തന്നെ പെട്ടിട്ട് നേരെ ഉസ്താദ് പറഞ്ഞല്ലോ, പിന്നെ തലയിൽ ഒഴിക്കുന്നത് ശരീരത്തേക്ക് ഒന്നായി ബാധിക്കുന്നു, അപ്രകാരം മതിയോ എന്നതാണ് ഉസ്താദ്. വേറൊരു ചോദ്യം കൂടിയുണ്ട്, ഞാൻ മൈക്ക് വിടുന്നു. ജസാക്കുമുല്ലാഹ്, അസ്സലാമു അലൈക്കും. ഭാരത്തിന്റെ ഹല്ല് വേണമെങ്കിൽ ഭാരത്തൊന്നും നോക്കാതെ അങ്ങനെ പറയാൻ കഴിയില്ല. ഭാരത്ത് നല്ലോണം ശ്രദ്ധിച്ചു കാരണം ഞാനും ഓരിയപ്പോ ശ്രദ്ധിക്കായില്ല. രണ്ടാമത് അതിനെപ്പറ്റി ഹല്ല് ചെയ്ത് പറയുകയാണെങ്കിൽ ഭാരത്ത് ഒന്ന് നോക്കിയെങ്കിലേ പറയാൻ കഴിയുള്ളൂ. അത് ഇൻഷാ അല്ലാഹ് നോക്കി പറഞ്ഞുതരാൻ. നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേനും എനിക്കിത് നോക്കി പൂർത്തിയാക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നീണ്ട ചോദ്യങ്ങളൊക്കെ ആവുമ്പോൾ അങ്ങനെയാണല്ലോ. നോക്കി പറഞ്ഞുതരാം, അത്രേ ഇപ്പൊ പറയാൻ കഴിയുള്ളൂ. അടുത്ത ആളുകൾ എന്തെങ്കിലും ചോദിച്ചോളൂ. ഇത് ഒഴിവാക്കിയതല്ല, ഭാരത്ത് നോക്കിയതിന്റെ ശേഷം പറഞ്ഞുതരാം. അടുത്ത ആള് മസല ഉണ്ടെങ്കിൽ അടുത്ത ആള് ചോദിച്ചോളൂ. ഉസ്താദെ, ഇവിടെ ഒരു ദിവസം വെള്ളം ഉണ്ടായില്ല ഫ്ലാറ്റില്. അങ്ങനെ ഇവിടെ വെള്ളം ബലദിയ എന്തോ പ്രശ്നമായിട്ട് ബന്ധായിരുന്നു. അപ്പോൾ AC-യിൽ വർക്ക് ചെയ്ത വെള്ളം ഒരു വയറ് വഴി ഒരു ബക്കറ്റിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. നജസൊന്നുമല്ല. ആ വെള്ളം ഈ മുത്തലക്കായ വെള്ളമായി നമുക്ക് പറ്റൂ ഉസ്താദെ? അല്ല ഇതിന് വേറെ വല്ലതും ഉണ്ടോ? ഇത് യഥാർത്ഥ വെള്ളമല്ല, AC-യിൽ നിന്ന് തണുത്തതിൻ്റെ കംപ്രസറിൻ്റെ ഇത് തണുത്തായി ഉപയോഗിക്കുന്നത്. ഒരാൾ ഉള്ളു കൊടുക്കുന്നത് കണ്ടു. എന്നിട്ട് എനിക്കൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും കൈയിട്ടില്ല ഉസ്താദ്. ഒന്നത് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും. AC-യിൽ നിന്നിട്ടുണ്ടാകുന്ന വെള്ളം AC വെള്ളം എന്ന കൈതോടുകൂടി പറയേണ്ടതല്ല. പിന്നെ അത് ത്വാഹിറാണ് താനും. സാധാരണ വെള്ളത്തിന്റെ കണികകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെത്തേഡ് അനുസരിച്ച് തന്നെ ഓക്സിജനും നൈട്രജനും കൂടി സംയോജിച്ചിട്ട് ഉണ്ടാവുന്ന വെള്ളം തന്നെയാണ് AC-യുടെ വെള്ളം. അതിന്റെ ചൂട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സംവിധാനത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് എന്നുള്ളൂ. തൊഹൂറായ വെള്ളത്തിന്റെ പരിധിയിൽ വരുന്നതിന് യാതൊരു കുഴപ്പമുള്ളതല്ല. കാരണം മുത്തലക്കായ വെള്ളം എന്ന് പറയുമ്പോൾ ഉപാധിയോടുകൂടി മാത്രം പറയാനേ പറ്റൂ. ഉപാധി ഇല്ലാതെ വെള്ളം എന്ന് പറയാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ പരിധിയിലല്ല. ഇത് മാവ് മുത്തലക്കിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അതിന് പകർച്ചയൊന്നുമില്ലെങ്കിൽ അതുകൊണ്ട് ഉദു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫർളായ കുളി കളിക്കുമ്പോഴുള്ള ഇഫ്തിറാഷിന്റെ നിയ്യത്ത് വെക്കലൊന്ന് പറഞ്ഞു തരുമോ ഉസ്താദെ? ഇഖ്തിറാഫിന്റെ നിയ്യത്ത് എന്ന് പറഞ്ഞാലേ അത് ഫർളായ കുളി ആയാലും വേണ്ടിയില്ല, വുളു ആയാലും വേണ്ടിയില്ല. ഇഖ്തിറാഫ് ചെയ്യുന്നു എന്ന് കരുതുക. അതായത് ഇത് കുളിക്കുകയല്ല, വെള്ളം കോരുകയാണ് എന്ന് ആ പറഞ്ഞതിന്റെ അർത്ഥം. കയ്യില് ഉദാഹരണം ബക്കറ്റിൽ നിന്നിട്ട് വെള്ളം കോരുന്നു, നമ്മൾ കപ്പ് കൊണ്ട് വെള്ളം കോരുന്നു. ഈ കോരുന്നത് കൊണ്ട് ഞാൻ വെള്ളം കോരിയെടുക്കുകയാണ് എന്ന് മനസ്സിൽ കരുതണം. അതാണ് ഇഖ്തിറാഫ്. ഇഖ്തിറാഫ് എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ നിന്ന് വെള്ളം കോരിയെടുക്കുകയാണ് എന്ന് കരുതുക. അല്ലാതെ എന്തല്ല ഇതുകൊണ്ട് കുളിക്കുകയാണ് എന്നല്ല കരുതുക. അപ്പൊ കിട്ടിയ ഈ കപ്പിൽ കിട്ടിയ വെള്ളം പിന്നെ ഒഴിച്ചോട്ടെ, അതുകൊണ്ട് കുളിക്കാൻ തന്നെ കരുതുക. ശരീരത്തിൽ ഒഴിക്കുമ്പോൾ കുളിക്കാന്ന് കരുതുക, അത് പ്രത്യേകം കരുതിക്കൊള്ളുന്നില്ല. എന്നാൽ പാത്രത്തിൽ നിന്ന് ഇപ്പൊ ഉദാഹരണം 2 കൊല്ലത്തിൽ താഴെയുള്ളതാണല്ലോ 10 ലിറ്ററിന്റെ അല്ലെങ്കിൽ 12 ലിറ്ററിന്റെ, ചില ഒരു 8 ലിറ്ററിന്റെ ഒക്കെ ബക്കറ്റിലായിരിക്കും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടാകുക. ആ വെള്ളത്തിൽ നിന്ന് കൈമുട്ടുന്ന നിരക്ക് കോരുകയാണെങ്കിൽ അവിടെ വെള്ളം കോരുകയാണ് എന്ന് കരുതണം. എന്തല്ല കുളിക്കുകയാണ് എന്നല്ല, വെള്ളം കോരുകയാണ്. ഈ ബക്കറ്റിൽ നിന്നിട്ട് നമ്മൾ കപ്പ് കൊണ്ട് അല്ലെങ്കിൽ പാട്ട കൊണ്ട് വെള്ളം കോരിയെടുക്കുകയാണ് എന്ന് കരുതണം. അതാ പറഞ്ഞത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു നിയ്യത്തോ അറബിയിലുള്ള കരുത്തോ ഒന്നും വേണ്ടതില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് വെള്ളം കുളിക്കല്ല, ഞാനിത് വെള്ളം കോരിയെടുക്കുകയാണ് എന്ന കരുത്തുണ്ടാകുക. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദ് ക്ഷമിക്കുക, കാരണം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സംബന്ധിച്ച ചോദ്യമല്ല, ഒരു ഉംറയുടെ ചോദ്യം, ഒരു സംശയമുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. സൗകര്യമുണ്ടെങ്കിൽ ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം. ഉംറ ചെയ്ത്
തഹല്ലുലാകുന്ന സമയത്ത് ഞാൻ തഹല്ലുലാകുമ്പോൾ ഞാൻ തന്നെ മുടി കളഞ്ഞാൽ മതിയോ, അല്ല വേറെ ആളെ കൊണ്ട് മുടി കലിയിപ്പിക്കണോ? അങ്ങനെയാണെങ്കിൽ വേറെ ആളെ കൊണ്ട് കലിയിപ്പിക്കുമ്പോൾ അദ്ദേഹം തന്നെ തഹല്ലുൽ ആയ ആളാവണോ അല്ല തഹല്ലുൽ ആവാത്ത ആളാവണോ? അങ്ങനെ എന്തെങ്കിലും ഒരു വിധി ഉണ്ടോ എന്ന് ഉസ്താദ് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ചോദ്യം ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെട്ടതല്ല, എന്നിരുന്നാലും ഉസ്താദും സഹകരിക്കണമെന്ന് പറയുന്നു. ദുആ വസിയത്തോടുകൂടി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പലർക്കും കേൾക്കുന്നില്ല നിങ്ങളെ ശബ്ദം. എനിക്ക് കേൾക്കുന്നുണ്ട്, വേറെ വിഷയം. എനിക്ക് കേൾക്കുന്ന ഇവിടെ സ്പീക്കർ പ്രത്യേകം വെച്ചത് കൊണ്ടാ. നമ്മളെ ഡോക്ടർ നാസറിന്റെ പ്രത്യേക സംഭാവനയാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞത് ഇവിടെ ഇപ്പൊ ഇനി സുഹൃത്തുക്കൾ ബേജാറാവൊന്നും വേണ്ട, ഇന്ന് ഓതിയ ഭാഗത്ത് നിന്ന് തന്നെ ചോദിച്ചോളുന്നില്ല. പക്ഷെ ഇപ്പോൾ ഫിഖ്ഹിന്റെ സമയമായതുകൊണ്ട് ഫിഖ്ഹിയായ കാര്യങ്ങൾ ചോദിക്കണം എന്ന് നമ്മളിവിടെ നിബന്ധന പറയാറുള്ളൂ. ഇന്ന് പറഞ്ഞ വിഷയത്തിൽ നിന്നിട്ടാവാം, അത് നല്ലത് തന്നെയാണ്. അല്ലാതെയും ആവാം. പക്ഷെ എന്താവരുത്, മറ്റ് ചരിത്ര സംബന്ധമായതോ ഖുർആൻ തഫ്സീർ സംബന്ധമായതോ ആത്മസംസ്കരണം അതാകരുത്. അതിനൊക്കെ പ്രത്യേക ഉസ്താദന്മാരും പ്രത്യേകം സമയമുള്ളതുകൊണ്ട് അതൊക്കെ അതിന്റെ സമയത്ത് ചോദിക്കാം. ഇപ്പൊ ഫിഖ്ഹിയായ ഏത് കാര്യവും ചോദിക്കാവുന്നതാണ്. ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞത്, ഒരാള് ഉംറയ്ക്ക് ഹറാം ചെയ്തു പോയി, കഅബ ഷരീഫ് തവാഫ് കഴിയുകയും അനന്തരം സഫാ മർവക്കിടയിൽ സഅയ് പൂർത്തിയാക്കുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ മേൽ ഫർളായത് മുടി നീക്കലാണ്. ഈ മുടി നീക്കുക എന്ന് പറയുന്ന ഫർള് ഈ വ്യക്തിക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ മറ്റൊരാളോട് ചെയ്യിക്കുകയാണോ വേണ്ടത്? അങ്ങനെ മറ്റൊരാളോട് ചെയ്യിക്കുകയാണെങ്കിൽ അയാൾ ഇഹ്റാമിലില്ലാത്ത ആളായിരിക്കണം എന്ന് ഷർത്തുണ്ടോ എന്നാണ് ചോദ്യം. സാന്ദർഭികമായി അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഹജ്ജിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഉംറകൾ ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ആ ചോദ്യം വളരെ പ്രസക്ത. ഉംറ ചെയ്ത് പൂർത്തിയാക്കിയ മനുഷ്യൻ സഅയ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുടി നീക്കേണ്ട സമയമായല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തമായി മുടി നീക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. വേണമെങ്കിൽ സ്വന്തം തന്നെ മുടി നീക്കാം. ഇനി മറ്റൊരാളോട് നീക്കിക്കുന്നതിനും കുഴപ്പമില്ല. അങ്ങനെ നീക്കിക്കുകയാണെങ്കിൽ ആ മുടി നീക്കിത്തരുന്ന രണ്ടാമത്തെ വ്യക്തി ഇഹ്റാമിലല്ലാതിരിക്കണം എന്ന് ഷർത്തില്ല. ഇഹ്റാമിലുള്ള ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. സ്വന്തമായി തന്നെ തഹല്ലുലിന്റെ വഖത്ത് കടന്നതുകൊണ്ട് ഈ വ്യക്തിക്ക് തന്റെ തഹല്ലുലിന് നിയ്യത്ത് വെച്ചുകൊണ്ട് മുടിയെടുക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. ഓക്കെ, അവനവന് സ്വന്തം തന്നെ മുടിയെടുക്കാം, അതല്ലെങ്കിൽ മറ്റൊരാളോട് എടുപ്പിക്കാം. ഈ എടുപ്പിക്കുന്ന ആള് ഇഹ്റാമിലായാലും കുഴപ്പമില്ല, ഇഹ്റാമിൽ നിന്നിട്ട് വിരമിച്ചവനായാലും കുഴപ്പമില്ല. രണ്ടായാലും തെറ്റൊന്നുമില്ല, ജായിസാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൂറുലൈമാൻ മൈക്ക് എടുക്കാത്തതുകൊണ്ട് മൈക്ക് എടുത്താണ്. ഓക്കെ, ഒരു ചോദ്യം വന്നിരുന്നു മറ്റേ റേഡിയോ ശ്രോതാവിന്റെ. ആരും ചോദിച്ചോന്നറിയില്ല, ഞാൻ ക്ലാസ്സിൽ കുറച്ചു നേരത്തേക്ക് ഇല്ലായിരുന്നു. മയ്യത്ത് നിസ്കാരത്തിലെ രണ്ടാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള ദുആയും മൂന്നാമത്തെ തക്ബീറിന് ശേഷം നബിയുടെ മേലിൽ സ്വലാത്തും ചൊല്ലിയാൽ ആ നിസ്കാരം സഹിയാകുമോ എന്നായിരുന്നു ചോദ്യം. മുഹമ്മദ് റഫീഖ് എന്ന ആളാണ് ചോദിച്ചത്. റേഡിയോ ശ്രോതാവാണ്. മൈക്ക് റിലീസ്. ഒന്നാം തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതാം. രണ്ടാം തക്ബീറിന് ശേഷം വേണമെങ്കിലും ഫാത്തിഹ ഓതാം. ഫാത്തിഹ ഒന്നാം തക്ബീറിന് ശേഷം ആവൽ സുന്നത്തേ ഉള്ളൂ. പക്ഷേ രണ്ടാം തക്ബീറിന് ശേഷം സ്വലാത്ത് ആവൽ ഷർത്ത് തന്നെയാണ്. ദുആ മൂന്നാം തക്ബീറിന് ശേഷം ആവലും ഷർത്താണ്. രണ്ടാം തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലി ദുആവും ചെയ്തെങ്കിൽ മൂന്നാം തക്ബീറിന് ശേഷം വീണ്ടും ദുആ ആവർത്തിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഫാത്തിഹ ഒന്നാം തക്ബീറിന് ശേഷം ആവണം എന്ന് ഷർത്തില്ല. അത് നാലിൽപ്പെട്ട ഏതെങ്കിലും ഒരു തക്ബീറിന്റെ ഇടയിലായാൽ മതി ഫാത്തിഹ. പക്ഷേ സ്വലാത്ത് രണ്ടാമത്തെ തക്ബീറിന് ശേഷം ആവണം എന്നതും ദുആ മൂന്നാം തക്ബീറിന് ശേഷം ആവണം എന്നതും ഷർത്താണ്. അത് സ്ഥലം മാറിയാൽ സഹിയാവുകയില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എനിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അതില്ലാന്ന് കരുതുകയാണ്. ഈ ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കളവ് പറഞ്ഞു എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പിന്നീട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുകളും സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ഹദീസ് പണ്ഡിതന്മാരുടെ മതം.
അത് ഇപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയല്ലേ? പിന്നീട് ഇപ്പോഴും അതുപോലെ തന്നെ ആ വിഷയങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നതല്ലേ എന്ന് ചെറിയ ചോദ്യമുണ്ട്. അസ്സലാമു അലൈക്കും. ഉസൂലുൽ ഹദീസ് സംബന്ധമായ ഒരു സംശയമാണ് സുഹൃത്ത് ചോദിച്ചത്. അത് വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഫിഖ്ഹിന്റെ ഇടയിൽ കയറി പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അത് വളരെ വിശാലമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഉസൂലുൽ ഹദീസിൽ. ഹദീസ് മൗദൂ ആവുന്നത് എപ്പോഴും എന്നത് സംബന്ധിച്ച ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ആ സഹോദരൻ സംശയം ഉന്നയിച്ചത്. ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു റിപ്പോർട്ടർ, ആ റിപ്പോർട്ടർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ ഒരു കളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ റാവി, ആ റിപ്പോർട്ടറിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ മുഴുവനും മൗദൂ എന്ന പേരിൽ മാറ്റിവെക്കേണ്ടതാണ്. പക്ഷെ അത് ഹദീസ് പറയുന്നവരെന്നല്ല, അത് മനസ്സിലാക്കിയെടുത്ത് തെറ്റിയതാണ്. അതാ ഞാൻ പറഞ്ഞത്, അതൊരു ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്ന ഒരു വിശാലമായ ഒരു ശാസ്ത്രമാണ്. അത് വിശദമായി പഠിച്ചെങ്കിലേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അത് ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവികൾ, ആ റാവികൾ അൻഫുലാൻ എന്ന് പറഞ്ഞിട്ട് ഇന്ന ആളിൽ നിന്നിട്ടും അയാൾ ഇന്ന ആളിൽ നിന്നിട്ടും എന്നിങ്ങനെ ഹദീസിൽ പരമ്പരയിൽ പേര് പറയപ്പെടുന്ന ഉലമാക്കൾ, അതിൽപ്പെട്ട ഒരു വ്യക്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കളവ് പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ആ റാവി മുഖേന റിവായത്ത് ചെയ്യപ്പെടുന്ന ഹദീസുകളൊക്കെ മൗദൂഇന്റെ പട്ടികയിലാക്കി മാറ്റിവെക്കണം എന്നാണ് നിയമം. അത് ഹദീസിൽ, പ്രത്യേകിച്ച് ഒരു ഹദീസിൽ വരുന്ന വഅദ് പറയുന്ന സമയത്ത് ഒരു ഹദീസ് ഒരാൾ പറഞ്ഞു, അത് മനഃപൂർവമോ അബദ്ധത്തിലോ പറ്റിപ്പോയി എന്ന് വെച്ച് ഇനി അയാൾ പറയുന്ന എല്ലാം മൗദൂആണ് എന്ന നിയമമല്ല. ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവികളിൽപ്പെട്ട ഒരു റാവി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കളവ് പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഉൾക്കൊള്ളുന്ന പരമ്പരയിലൂടെ വരുന്ന ഹദീസുകൾ മാറ്റിവെക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് കൂടുതൽ വിശദമായി പഠിക്കണമെങ്കിൽ ഉസൂലുൽ ഹദീസ് സംബന്ധമായ ചർച്ചയുടെ അവസരത്തിലേ വിശദമാക്കാൻ കഴിയൂ. ഇപ്പൊ നമ്മൾ ഫിഖ് സംബന്ധമായ സമയമായതുകൊണ്ട് ഫിഖുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അല്ലാത്തത് കൊണ്ടും ഇപ്പറഞ്ഞത് തന്നെ സാധാരണ ഒരു നിഷ്പക്ഷമതിക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ ഉസൂലുൽ ഹദീസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കണം എന്ന് ഉണർത്തി മൈക്കൂട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്ലം മൈക്ക് എടുക്കുന്നില്ല, അതുകൊണ്ട് വീണ്ടും എടുത്ത്. ഉസ്താദെ, ഒരു ചോദ്യം. ഇവിടെ സൗദി അറേബ്യയിൽ മറ്റേ ഗട്ടർ വെള്ളം ശേഖരിച്ച് അത് ശുദ്ധീകരിച്ച് പാർക്കില് ഇങ്ങനത്തെ പുൽച്ചെടികൾക്കൊക്കെ തളിക്കുന്ന കാണാം. അപ്പൊ അത് നമ്മളെ മേലിൽ തെറിച്ചാലോ നമ്മളെ വസ്ത്രങ്ങളിൽ ആയാലോ അവിടെ പോയി ഇരുന്നിട്ടോ മറ്റോ അത് നജിസിൽ പെടുമോ എന്നാണ് ചോദ്യം. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഗട്ടർ വെള്ളം നജസാണെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ആ വെള്ളം ശേഖരിച്ച് വലിയ ടാങ്കുകളിൽ ശേഖരിച്ച് അത് റീസൈക്ലിങ്ങിലൂടെ ശുദ്ധിയാക്കി നിറമോ മണമോ രുചിയോ മാറാത്ത നിലക്ക് ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ ആ വെള്ളം തൊഹൂറാണ്. അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയതുകൊണ്ട് നജസാവൂല. അതേ സമയത്ത് വാസന എപ്പോഴും ബാക്കിയുണ്ട്, അതല്ലെങ്കിൽ നിറം ഇപ്പോഴും ശുദ്ധവെള്ളത്തിന്റെ നിറമായിട്ടില്ല, അതല്ലെങ്കിൽ ശുദ്ധവെള്ളത്തിന്റെ രുചിയല്ല, രുചിക്കേടുണ്ട്, ഇങ്ങനെ മൂന്നാലൊരു പകർച്ച, വാസനയോ നിറമോ മണമോ പകർച്ച ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിൽ അത് നജസ് തന്നെയാണ്, അത് ശുദ്ധിയാവൂല. അപ്പൊ അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ കഴുകി വൃത്തിയാക്കൽ വുജൂബാവും. അപ്പൊ ഈ ഒരുമിച്ച് കൂട്ടിയ വെള്ളം ശുദ്ധീകരിച്ചിട്ട് നിറവും മണവും രുചിയും മാറി ശുദ്ധവെള്ളത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ത്വാഹിറാണ്, തൊഹൂറുമാണ്. അത് വസ്ത്രത്തിലോ ശരീരത്തിലോ ആയാൽ യാതൊരു കുഴപ്പമില്ല. വാസന ബാക്കിയുണ്ട് ഇപ്പോഴും, അതല്ലെങ്കിൽ രുചിയോ നിറമോ ബാക്കിയുണ്ട്, അത് കുറഞ്ഞ തോതിലാണ് ബാക്കിയുള്ളതെങ്കിൽ പോലും നജസ് തന്നെയാണ്, ശുദ്ധിയായിട്ടില്ല. അപ്പൊ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ കഴുകൽ വുജൂബാവും. ഓക്കെ. എന്തായാലും ഉസ്താദെ, ഞാനൊരു റേഡിയോ ശ്രോതാവിന്റെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ചോദിച്ചത്, റൂമില് മറ്റുള്ളവര് നിസ്കരിക്കാത്തവരാണ്, കൂടെ താമസിക്കുന്നവര് നിസ്കരിക്കാത്തവരാണ്. അപ്പൊ മറ്റുള്ളവര് ചോദിച്ചാല് അവര് നിസ്കരിക്കാറുണ്ടോ, 5 വക്ത് നിസ്കരിക്കാറുണ്ടോ എന്ന് ചോദിച്ചാല് ഇവരെ കുറിച്ച് നമ്മള് ഇവരെ കുറവ്
മാറ്റിവെച്ച് നമ്മൾ നിസ്കരിക്കാറില്ല എന്ന് പറയാതെ അവര് നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താ തെറ്റാവോ? അതല്ല നമ്മള് അവരെ കുറിച്ച് നിസ്കരിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താവോ, ഗീബത്തായി മാറുമോ എന്നാണ് സംശയം. അത് റേഡിയോ ശ്രോതാവിന്റെ സംശയമാണ്, അദ്ദേഹം കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ എന്റെ ഒരു സംശയം ഉണ്ട്, അത് ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു അടുത്ത ചോദ്യം ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനുഷ്യനെ സംബന്ധിച്ച് മറ്റൊരാൾ ഒരു കാര്യം മുഷാവറ ചെയ്തു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചെയ്യേണ്ട ഹക്കുകൾ 6 എണ്ണി പറഞ്ഞോർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. ഒരു മനുഷ്യൻ നിന്നോട് നസീഹത്ത് ചോദിച്ചാൽ അദ്ദേഹത്തിന് നീ നസീഹത്ത് ചെയ്തു കൊടുക്കണം. ഇതിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ ഉലമാക്കൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റൊരാൾ തന്നോട് മുഷാവറ ചെയ്താൽ ഈ ഏതൊരു വിഷയത്തിനു വേണ്ടിയാണോ മുഷാവറ ചെയ്തത് അതുമായി ബന്ധമുള്ള വിഷയമാണെങ്കിൽ തുറന്നു പറയണം. ഗീബത്ത് പറയൽ അനുവദനീയമായ സ്ഥലങ്ങളിൽ പെട്ടതാണ് അത്. ഉദാഹരണം, ഒരാള് തന്റെ മകളെ ഒരു പുരുഷനോട് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഈ പുതിയാപ്പിളയാകാൻ പോകുന്ന യുവാവിനെ സംബന്ധിച്ച് നമുക്കറിയുന്ന ഒരു വ്യക്തി ഇയാളോട് പറ്റി ചോദിച്ചു, ഈ കുട്ടിന്റെ അവസ്ഥ എങ്ങനെയാണ്? അപ്പൊ എന്തിനാ ഇങ്ങനെ ഞങ്ങളൊരു കല്യാണ അന്വേഷണം ഉണ്ട്, എന്താണ് അവന്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ അവിടെ നസീഹത്ത് തേടിയതാണ്, അവിടെ പറയൽ നിർബന്ധമാണ് നമ്മൾ. അപ്പൊ എന്ത് പറയാം, ആള് ഫർദ് നിസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കാത്ത ആളാണ്, അല്ലെങ്കിൽ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാത്ത ആളാണ് എന്ന് പറയാ. അത് അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും പറയാ, ഇഷ്ടമില്ലെങ്കിലും പറയാ. എന്നാൽ വെറുതെ ആളുകളെ സംബന്ധിച്ച് അയാൾ നിസ്കരിക്കാത്ത ആളാണ്, മറ്റേ ആളാണ് എന്ന് പറഞ്ഞടക്കാൻ പാടില്ല. അത് ഗീബത്താണ്. ഒരു നസീഹത്ത് തേടിയ ഒരു വ്യക്തി, അയാളുമായിട്ട് ഇടപഴകാനും ബന്ധം സ്ഥാപിക്കാനും ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി ഇയാളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നോട് മുഷാവറ ചെയ്താൽ ആ മുഷാവറ ചെയ്ത വ്യക്തിയുടെ മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ളത് പറയണം. അതിൽ മറ്റേയാളുടെ തൃപ്തിയും തൃപ്തിക്കേടും പരിഗണിക്കേണ്ടതില്ല. എന്നാൽ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പോലും ഒരാളുടെ കുറ്റം പറഞ്ഞു നടക്കുക എന്നതും അയാളെ ഇകഴ്ത്തുക എന്നതും ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യന് പാടുള്ളതല്ല. അപ്പോ ഇയാൾ നിസ്കരിക്കാത്ത ആളാണെന്ന് പറയാൻ പറ്റുന്ന സ്ഥലമുണ്ട്, അത് പറ്റാത്ത സ്ഥലമുണ്ട്. ഉസ്താദേ, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സംശയമുണ്ട്. അതായത് നമ്മൾ ഹജ്ജിന് ഇവിടുന്ന് പോകുന്നത് ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ എന്താണ് നെജ്മ ട്രാവൽസ് അതുപോലുള്ള ട്രാവൽസിനെ ഏൽപ്പിച്ച് ബസ് മുഖേന പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് 3000-4000 രൂപയൊക്കെ ആവും. ഇതല്ലാതെ ഇവിടെ നിന്ന് പലരും ഉൾട്ട വഴിക്ക് പോകുന്നവരുണ്ട്. അതായത് ടാക്സിക്കാരെ പിടിച്ച് പല ഗവൺമെന്റ് അറിയാത്ത രീതിയിലൂടെ പോകുന്നവരുണ്ട്. അപ്പൊ അത് പോയവർ ഉണ്ട് എന്നാണ് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്. അപ്പൊ അത് ശരിയാണ് എന്ന് ഉസ്താദിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായി. ഞങ്ങളെ റൂമില് പലർക്കും സംശയം വന്നപ്പോ അതങ്ങനെ ആ ഹജ്ജ് ചെയ്യുന്നത് ഉൾട്ട വഴി കൂടെ നമ്മൾ ഗവൺമെന്റ് അറിയാതെ പോയി ചെയ്യുന്ന ആ ഹജ്ജ് സ്വീകരിക്കോ, അത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുറുക്കുമാർഗം പറഞ്ഞു തരണം എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. പക്ഷേ കുറുക്കുമാർഗം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതല്ല. മറിച്ച് ഒരു മുസ്ലിമായ മനുഷ്യന് ജീവിതത്തിൽ ശാരീരികമായും സാമ്പത്തികമായും യാത്രാ സംബന്ധമായും സൗകര്യങ്ങൾ ഒത്തിണങ്ങിയാൽ ഒരു പ്രാവശ്യം ഹജ്ജ് ഫർളാവും. പിന്നെയുള്ള ഹജ്ജുകളൊക്കെ ഒരുപക്ഷെ നേർച്ചയാക്കുകയോ മറ്റോ ചെയ്താൽ ഫർളാവും, ഇല്ലെങ്കിൽ ഒക്കെ സുന്നത്താ. അത് തടിയാലും വഴിയാലും മുതലാലും കഴിവുള്ളവർക്കേ ഹജ്ജ് ഫർളാവുള്ളൂ. അതിന് മുസ്ലിം ഗവൺമെന്റ് നിളാമ് എന്ന നിലക്ക് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പോയി നിർവഹിക്കുന്നതാണ് ശരിയായ രീതി. മറിച്ചാവുമ്പം ഹജ്ജ് സയ്യാവൂല എന്നൊന്നും പറയാൻ പറ്റൂല. ഹജ്ജ് സയ്യാവും. ഹജ്ജിന്റെ ഷർത്തുകളും ഫർളുകളും അതിന്റെ വാജിബാത്തുകളും ഒക്കെ പാലിക്കുകയും ഹറാമ് വരാതെ സൂക്ഷിക്കുകയും ചെയ്താൽ ഹജ്ജ് സഹിയാവും. പക്ഷേ ആ രീതി ശരിയല്ല.
ഇതാണ് ഇപ്പൊ അതിനെപ്പറ്റി ചുരുക്കി പറയാനുള്ളത്. കുറുക്കുമാർഗം എന്നൊരു ശൈലി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല. നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ ഹജ്ജിന്റെ ഫർള് വീടും. പിന്നെ ചെയ്യുമ്പോഴൊക്കെ ഇതേ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചെയ്യലാണ് ശരിയായ രീതി. മറ്റു മാർഗങ്ങളിലൂടെ ചെയ്താൽ ഹജ്ജ് ബാത്തിലാണെന്നോ അല്ലെങ്കിൽ ആ ഹജ്ജ് സഹിയാവൂലെന്നോ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ അതൊരു നല്ല മാർഗമല്ല എന്ന് ചുരുക്കി ഒരിക്കൽ കൂടി ഉണർത്തി മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എന്റെ ചോദ്യം ഫിഖ്ഹി ആണോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഫിഖ്ഹി അല്ലെങ്കിൽ ഉസ്താദ് ക്ഷമിക്ക വിട്ടുകളയാ. നമ്മളെ വീടുകളിലൊക്കെ കുറെ ഖുർആന് അതുപോലെ തഫ്സീറുകളും ഹദീസിന്റെ കിതാബുകളും ഒക്കെ ഉപയോഗശൂന്യമായിട്ട് കുറെ കുന്നുകൂടി കഴിഞ്ഞാൽ അത് പിന്നെ എന്താ ചെയ്യുക? ചിലര് സാധാരണ കേൾക്കാറുണ്ട് അത് കരിച്ചു വെള്ളത്തിലൊക്കെ വിടണമെന്ന്. അതാണോ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ അത് മൊത്തം കൊണ്ടുപോയി കൂടുതൽ ഉണ്ടാകുമ്പോൾ കരിക്കാൻ ഒരു മനപ്രയാസമുണ്ട്. അപ്പൊ എന്താണ് ഉസ്താദ് ചെയ്യേണ്ടത് എന്ന് ഉസ്താദ് പറഞ്ഞു തന്നാലും. അസ്സലാമു അലൈക്കും. ശറഈയായ ഇൽമ് എഴുതപ്പെട്ടതോ ഖുർആൻ ഷരീഫോ പോലെയുള്ള ആദരിക്കപ്പെടേണ്ടതായ ഗ്രന്ഥങ്ങൾ ഉപയോഗശൂന്യമായി അഥവാ പഴകി കീറി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഹുർമത്ത് കേടാവാതിരിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. സൗകര്യമുള്ളവർ വെള്ളം ശുദ്ധമായ കുടിക്കുന്ന വെള്ളമുള്ള കിണറ്റിൽ കെട്ടിത്താഴ്ത്താൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിന് സൗകര്യപ്പെടൂല അല്ലെങ്കിൽ കൂടുതലുണ്ട് എന്ന് വന്നാൽ നജസില്ലാത്ത വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ചുട്ടുകരിച്ച് വെണ്ണീറാക്കി ശുദ്ധജലത്തിൽ കലക്കി കളയുകയും ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നശിപ്പിക്കുക എന്നതല്ല, മറിച്ച് ഉപയോഗശൂന്യമായ ഈ ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കൾ അവിടെ കിടന്ന് ഹുർമത്ത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന നിലക്ക് അത് ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് വെച്ച് കരിച്ച് വെണ്ണീറാക്കി അത് വെള്ളത്തിൽ കലക്കി കളയാവുന്നതാണ്. അതിനേക്കാൾ നല്ലത് സാധിക്കുമെങ്കിൽ കെട്ടാക്കി ഭാരമുള്ള കല്ലോ മറ്റോ ബന്ധിച്ച് കുടിക്കുന്ന വെള്ളം പോലത്തെ കിണറിലോ മറ്റോ ഇടുക. ഒലിച്ചു പോകാത്ത തോട്, പുഴ, കടല് പോലത്തെ ഇടാൻ പാടില്ല. കാരണം അത് ഒലിച്ച് കരക്ക് കയറി പിന്നെയും ഹുർമത്ത് കേടാവും. അതേസമയത്ത് ഒലിച്ചു പോകാത്ത കുളം, കിണറ് പോലെയുള്ളതിൽ കെട്ടി കനമുള്ള കല്ല് പോലത്തതും കൂടി കെട്ടിയിട്ട് താഴ്ത്തിയിട്ടാൽ അത് ക്രമേണ വെള്ളത്തിൽ ലയിച്ച് അലിഞ്ഞു പോയിക്കോളും. അതിന് സാധിക്കുമെങ്കിൽ അതാ നല്ലത്. അതിന് സാധിക്കാത്തപ്പം നജസില്ലാത്ത സ്ഥലത്ത് ചുട്ടുകരിച്ച് ആ വെണ്ണീർ ശുദ്ധജലത്തിൽ കലക്കി കളയുക. ഇത് ഈ ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കൾ ഹുർമത്ത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യാം. അസ്സലാമു അലൈക്കും. എന്റെ സംശയം വദാഇന്റെ തവാഫ് ഹജ്ജിന് വാജിബായതുപോലെ ഉംറക്ക് വാജിബുണ്ടോ എന്നതാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമേ, 44 മൈക്ക് എടുത്താൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മൈക്ക് വിടണം എന്നറിയില്ല. അതുകൊണ്ട് 44 ആയിരുന്നെങ്കിൽ പോലും അസ്ലം ആ വിഷയത്തിൽ കുട്ടിയ മൈക്ക് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മൈക്ക് വിടേണ്ടതാവുന്നു. അല്ലഞ്ഞാൽ നിങ്ങളെ മൈക്കിൽ നിന്ന് ഇങ്ങനൊരു എയറിന്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് മറുപടി അറിയാനായിട്ട് കഴിയൂല. അറിയാതെ പറ്റിപ്പോയതായിരിക്കും. വേറെ ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുന്നു. വദാഇന്റെ തവാഫ് എന്നത് ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് പോരുന്നവർക്ക് വാജിബായതുപോലെ ഉംറ കഴിഞ്ഞ് തിരിച്ചു പോരുന്നവർക്കും അത് വാജിബാണ്. മാത്രമല്ല ഹജ്ജും ഉംറയും ഒന്നും ചെയ്യാതെ തന്നെ മക്കയിലെത്തിയ ഒരാള് മക്ക വിട്ട് ദൂരദിക്കുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്കും ഉജൂബാവുന്ന വാജിബാണ്. അപ്പൊ ഹജ്ജിന്റെയോ ഉംറയുടെയോ പ്രത്യേക വാജിബല്ല. ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് പോരുകയോ 2 മർഹലയിൽ കൂടുതൽ ദൂരത്തേക്ക് പോവുകയോ ഉംറ കഴിഞ്ഞ് നാട്ടിലേക്ക് പോരുകയോ അല്ലെങ്കിൽ 2 മർഹലയോ അതിൽ കൂടുതലോ ദൂരമുള്ള സ്ഥലത്തേക്ക് പോരുകയോ, ഇനി അതൊന്നും അല്ലാതെ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥം പോയതാണ്, എന്തിനാണെങ്കിലും മക്ക ശരീഫിൽ എത്തിയ ഒരു വ്യക്തി മക്ക വിട്ട് 2 മർഹല ദൂരത്തേക്ക് പോവുകയോ സ്വദേശത്തേക്ക് പോരുകയോ ചെയ്യുമ്പോൾ വാജിബാവുന്ന വാജിബാണ് വദാഇന്റെ തവാഫ് എന്നത്. അതിപ്പോ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോഴും വേണം, ഉംറ കഴിഞ്ഞ് പോരുമ്പോഴും വേണം, ജോലി ചെയ്യുന്ന ആളുകൾ മക്ക വിട്ട് പോരുമ്പോഴും വദാഇന്റെ തവാഫ് വാജിബ് തന്നെ. പിന്നെ ഒരിക്കൽ ഞാൻ ഫസ്റ്റ് ഉംറക്ക് പോയ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. അതായത് സായി ചെയ്ത സമയത്ത് ഞാൻ 7 പ്രാവശ്യമുള്ളത് മൊത്തം സഫയും മറുപടിയും കൂടിയിട്ട് ഒന്നുകൂട്ടി അങ്ങനെ 14 പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തു. ഫസ്റ്റ് അങ്ങനെ പോയപ്പോൾ ഒരു 10 വർഷം മുന്നാണ്.
പിന്നെ അങ്ങനെ ഞാൻ 14 വർഷം ചെയ്തു. അതിന് മുന്നേ തന്നെ ഞാൻ ആകെ താപാനായി. പിന്നെ അവിടുന്ന് പോകുന്നു, ഞാൻ തഹല്ലുലായില്ല. പിന്നെ ഞാനിങ്ങനെ ചോദിച്ചപ്പോ അവിടുന്ന് ഒരുത്തം പറഞ്ഞു 7 പ്രാവശ്യം കയറുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ തഹല്ലുലാകാതെ പോകും. പിന്നെ ഞാനൊരു ഉംറക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ഉംറക്ക് പോയി. അപ്പൊ ഞാൻ അവിടുന്ന് തഹല്ലുലായി. അപ്പൊ ഇതിന് ഉസ്താദ് എന്താണ് അറിവ് എന്തെങ്കിലും വേണോ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തിന്റെ മൈക്ക് തീരെ ക്ലിയർ ഇല്ല, മുറിഞ്ഞുകൊണ്ടാണ് വാക്ക് കേൾക്കുന്നത്. ഏതായാലും ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ നിങ്ങൾ അടിക്കാം. ഫസ്റ്റിൽ ഉംറക്ക് പോയപ്പോ തവാഫ് കഴിഞ്ഞതിന് ശേഷം സഅയ് ചെയ്യുമ്പോൾ സഫ മുതൽ തുടങ്ങി തിരിച്ച് സഫയിൽ എത്തുന്നത് ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ സഫ മറുവക്കിടയിൽ 14 വട്ടം, അതാ 7 പകരം 14 വട്ടം സഅയ് ചെയ്തു. 2 സഅയ്യായി എന്നർത്ഥം. അത് ദീർഘമായി നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് ഇടക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ ക്ഷീണിച്ചിരിക്കുകയും ചെയ്തു. അതിനൊന്നും കുഴപ്പമില്ല. ഒരു സഅയ് അഥവാ സഫയിൽ നിന്ന് മറുവയിലേക്ക് എത്തുമ്പോൾ ഒന്നും, അവിടുന്ന് മറുവയിൽ നിന്ന് സഫയിലേക്ക് എത്തുമ്പോൾ 2 എന്ന നിലക്ക് മറുവയിൽ ചെന്ന് 7ാമത്തേത് അവസാനിക്കും. അതിലേറെ ചെയ്തതൊക്കെ ഏറെയാണ്, സാരമില്ല. പക്ഷേ മുടി മുറിച്ച് തഹല്ലുലാകൽ നിർബന്ധമാണ്. അതില്ലാതിരുന്നാൽ ഇഹ്റാമിൽ തന്നെ ശേഷിക്കുന്നതാണ്. മുടി മുറിച്ച് തഹല്ലുലാകാതെ ദീർഘദിവസം നിൽക്കുകയും അതിനിടയിൽ മുടിയോ നഖമോ ഒക്കെ നഖം മുറിക്കുക തുടങ്ങിയ ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വല്ലതും സംഭവിച്ചോ എന്ന് ചിന്തിച്ചുകൊണ്ടേ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലാണ് എന്താക്കേണ്ടത്, ഫിദിയ വേണ്ടത്. അത് തഹല്ലുലാകുന്നതിന് മുമ്പ് 2ാമത് ഇഹ്റാം ചെയ്താൽ ആ ഇഹ്റാം സഹീഹല്ല. ഇഹ്റാം സഹീഹ് അല്ലാതിരുന്നാൽ പിന്നീട് 2ാമത് ചെയ്യുന്ന തവാഫും സഅയും എണ്ണപ്പെടാതെ പോകും. അപ്പോ തവാഫ് ചെയ്ത് അതിനുശേഷം സഅയ് ചെയ്ത് മുടി മുറിച്ച് തഹല്ലുലാകൽ നിർബന്ധമാണ്. കാരണം മുടി മുറിച്ച് തഹല്ലുലാകുക എന്നത് ഉംറയുടെ റുക്നുകളിൽപ്പെട്ട ഒരു റുക്നാണ്. അത് ഒഴിവായാൽ മറ്റ് പരിഹാരങ്ങളൊന്നുമില്ല, അത് ചെയ്യാനേ പറ്റൂ. അതറിയാതെ 2ാമത് വീണ്ടും ഇഹ്റാം ചെയ്തല്ല ഇഹ്റാം സഹിയല്ല. അപ്പൊ അതിനുശേഷം ചെയ്ത തവാഫും സഅയും അതിനൊന്നും ഫിദിയൊന്നും കൊടുക്കേണ്ടതില്ല. 2ാമത്തെ തവാഫും സഅയും കഴിഞ്ഞിട്ട് മുടി മുറിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ തവാഫ് സഅയ് കഴിഞ്ഞ് മുടി മുറിച്ച ഹുക്കുമായി. അതിന്റെ ഇടക്ക് നഖം മുറിക്കുക തുടങ്ങിയ ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വല്ലതും വന്നോ എന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾക്കേ അറിയുള്ളൂ. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അറിവൊന്നും വേണ്ട. ഫിദിയ ഉജൂബാവുന്ന കാര്യങ്ങൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട ഫിദിയ വേണ്ടി വരികയും ചെയ്യും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് എന്നോട് വേറൊരു ഐഡി ചോദിക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ്. അദ്ദേഹത്തിന് മൈക്കില്ല, അതുകൊണ്ട് എന്നോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അതായത് അവയവദാനത്തെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. അവയവദാനത്തിന്റെ വിധി എന്താണ്? അത് ഹറാമാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന കേസൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ ആ സന്ദർഭത്തിൽ എന്താ നമ്മൾ ചെയ്യുക എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അതിനൊരു ഉത്തരം ഉസ്താദ് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. അവയവദാനത്തെ സംബന്ധിച്ച് വിശദമായി പണ്ട് ഖുലാസയിൽ ഓതി. അത് വേണമെങ്കിൽ നമ്മുടെ സൈറ്റിൽ നോക്കിയാൽ വളരെ വിശദമായി തന്നെ ഖുലാസയിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ സൈറ്റിൽ നിന്നിട്ട് കിട്ടുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ അവയവദാനം എന്നത് ഇസ്ലാം അംഗീകരിക്കുന്ന പട്ടികയിലല്ല. അത് രക്തദാനം മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നതുള്ളൂ. ശരീരത്തിന്റെ ഒരു അവയവം ജീവിച്ചിരിക്കുന്ന സമയത്തോ മരിച്ചതിന് ശേഷമോ ദാനം ചെയ്യാൻ ഈ വ്യക്തിക്ക് അവകാശവും അധികാരവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെ, അതിലുള്ള അവയവങ്ങളെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നമുക്ക് തന്നതാണ്. അതിന്റെ ഉടമക്കാരൻ അല്ലാഹുവാണ്. നമ്മുടെ ഉടമയിൽ ഇല്ലാത്ത, അല്ലാഹു നമുക്ക് ഉപയോഗിക്കാൻ മാത്രം തന്ന വസ്തു മറ്റൊരാൾ വിലക്ക് വിൽക്കാനോ ദാനം ചെയ്യാനോ അവകാശമില്ല. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ, ഒരു മനുഷ്യന്റെ അവയവം വേണം എന്ന് വരുന്ന അനിവാര്യ ഘട്ടത്തിൽ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും എടുത്തു മാറ്റിവെക്കാൻ അനുവാദമുണ്ട്. അത് അയാൾ ദാനം ചെയ്യേണ്ട പ്രശ്നം അതിലില്ല. ദാനം ചെയ്യാൻ അയാൾക്ക് അധികാരമില്ല. പിന്നെ അവിടെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, മരിച്ച മയ്യത്തിന് ഹുർമത്തുണ്ട്, ജീവനുള്ള ഒരു വ്യക്തിയുടെ ജീവനും ഹുർമത്തുണ്ട്. ഈ 2 ഹുർമത്തുകളെ നോക്കുമ്പോൾ ജീവന്റെ ഹുർമത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്.
അപ്പൊ മരണപ്പെട്ട വ്യക്തി ഏതായാലും മരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അയാളുടെ ശരീരത്തിൽ നിന്നിട്ട് ഒരു വൃക്കയോ അല്ലെങ്കിൽ കരളോ അതുപോലത്തെ ഒരു അവയവം എടുത്ത് ജീവനുള്ള ഒരു വ്യക്തിയിൽ വെച്ച് പിടിപ്പിച്ചാൽ അയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്ന് കാണുന്ന സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് വകുപ്പ് വേറെ. പക്ഷേ വിൽക്കാനോ ദാനം ചെയ്യാനോ പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. കൂടുതൽ വിശദമായി പഠിക്കേണ്ടവർക്ക് അത് സംബന്ധമായി വിസ്തരിച്ച് തന്നെ ഖുലാസയിൽ പാഠം വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ SGVയുടെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അത് കിട്ടും. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഒരാൾ ഉംറ ചെയ്ത് പോന്ന് ജിദ്ദയിലേക്ക് പോന്ന്. ജിദ്ദ കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 മാസം കഴിഞ്ഞ് മദീന പോവുകയാണെങ്കിൽ പിന്നെ അവർ തവാഫിന്റെ വിധായ ചെയ്യണോ? അസ്സലാമു അലൈക്കും. ഉംറ കഴിഞ്ഞ് 2 മർഹലയിൽ താഴെയുള്ള ജിദ്ദയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് വദാന്റെ തവാഫ് ചെയ്യൽ സുന്നത്തുണ്ട്. അത് ചെയ്താൽ നല്ലതാണ്. ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് അവൻ കുറ്റക്കാരനാവുകയില്ല. പിന്നെ ജിദ്ദയിൽ നിന്ന് മാസം കഴിഞ്ഞിട്ടോ ആഴ്ച കഴിഞ്ഞിട്ടോ എപ്പോഴാണെങ്കിലും വേണ്ടിയില്ല മദീനയിലേക്ക് യാത്ര പുറപ്പെടാൻ തുടങ്ങുമ്പോൾ അതിനുവേണ്ടി മക്കയിൽ പോയി വദാന്റെ തവാഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ ഒരു കടമില്ല. മറിച്ച് മക്കയിൽ നിന്ന് നേരെ മദീന ഉദ്ദേശിച്ച് പുറപ്പെടുകയാണെങ്കിൽ 10 മർഹല ദൂരമുള്ള സ്ഥലത്തേക്കാണ് തവാഫ് ചെയ്ത് പോകൽ നിർബന്ധമാണ്. അതേസമയത്ത് ഉംറ ചെയ്ത് പോകുന്നത് ജിദ്ദയിലേക്ക് 2 മർഹല തികച്ച് ദൂരമില്ല. അപ്പോ വദാന്റെ തവാഫ് 2 മർഹലയിൽ താഴെയുള്ള സ്ഥലത്തേക്ക് പോകുമ്പം സ്വദേശമല്ലാത്തത് കൊണ്ട് സുന്നത്തേ ഉള്ളൂ. ചെയ്താൽ നല്ലതാണ്. ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ജിദ്ദയിൽ നിന്നിട്ട് മദീനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മക്കയിൽ പോയി തവാഫ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അസ്സലാമു അലൈക്കും. നമ്മള് സുബ്ഹി മഗ്‌രിബ് സുബ്ഹിക്കുള്ള പ്രത്യേക ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുണ്ടല്ലോ, അത് നമ്മൾ ചില സമയങ്ങളില് നമസ്കാരം കഴിഞ്ഞ പെട്ടെന്ന് തന്നെ ആ ദിക്ർ ചെല്ലണമല്ലോ. ചിലപ്പോൾ ഓർമ്മല്ലാതെ മറ്റു സാധാ നിസ്കാരത്തിലേക്കുള്ള ദിക്റിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ അത് ഓർമ്മ വന്നാൽ തിരിച്ചു ചെല്ലിയാൽ അതുകൊണ്ട് പ്രതിഫലം കിട്ടുമോ ഇല്ല എന്ന് അറിയിക്കണം. പിന്നെ ഭാര്യക്ക് ചെറിയൊരു മാനസിക പ്രയാസമുണ്ട്. കുറെ കാലമായി 10-20 വർഷത്തോളമായി തുടങ്ങിയിട്ട് ചിലപ്പോഴെല്ലാം അതുകൊണ്ട് ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫയും ആഫിയത്തും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ സുഹൃത്തിനോട് ഉണർത്താനുള്ളത്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ക്ഷമിച്ച് സഹിച്ചു നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ പറ്റിപ്പോകുന്ന ഒരുപാട് ദോഷങ്ങൾ പൊറുക്കപ്പെടാനും ആഖിറത്തിൽ വലിയ പ്രതിഫലം ലഭിക്കാനും അത് കാരണമാകും. അപ്പൊ ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു പരീക്ഷണം തന്നത് പ്രിയപ്പെട്ട സുഹൃത്തിന് ഒരുപാട് ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയും ആഖിറത്തിൽ വലിയ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയും അല്ലാഹു തആല തന്നതായിരിക്കും എന്ന് വിചാരിച്ച് സന്തോഷത്തോടു കൂടി സഹിക്കുക. അതോടുകൂടി നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു തആല പൂർണ്ണമായ ആഫിയത്തും സന്തോഷവും കുടുംബജീവിതത്തിൽ നൽകി ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ ആഫിയത്തും റാഹത്തും നൽകി കുടുംബജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുക. മനസ്സിൽ പൊറുതിയോടും വിഷമമൊന്നും കരുതണ്ട. വലിയ ഗുണം നമ്മൾ അറിയാത്ത നിലക്ക് പാപങ്ങൾ പൊറുക്കപ്പെടാനും ഹസനത്ത് ഒരുപാട് ഹസനത്ത് ലഭിക്കാനും ഒക്കെ അത് കാരണമാകും. ആ നിലക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന് വേണ്ടിയാക്കി തരികയും പൂർണ്ണമായ ശിഫയും ആഫിയത്തും തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതിന്റെ ഇടയ്ക്ക് ഇപ്പത്തെ ചോദ്യം ഞാൻ മറന്നുപോയിന്. ദുആ ഇരുന്നപ്പോഴേ ചോദ്യം ആരെങ്കിലും ഒന്ന് ചുരുക്കി അടിച്ചു എന്നാ പറഞ്ഞുതരാം. എന്തെങ്കിലും ചോദ്യം നിങ്ങൾക്ക് കൂടി ഉണ്ടോ? ആയിക്കോട്ടെ. ഇപ്പം ഓർമ്മ, സുബൈന്റെ ശേഷവും മഗ്‌രിബിന്റെ ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 വട്ടവും അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്നത് 7 വട്ടവും സലാം വീട്ടിയ ഉടനെ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. അങ്ങനെ തന്നെയാണ് അത് ചൊല്ലിപ്പോരാറും. പക്ഷെ എന്തോ സംഗതി വശാൽ ഒരു ദിവസം സാധാരണ മറ്റ് ദിക്റുകൾ ചൊല്ലി ഇത് ഓർമ്മ ഉണ്ടായില്ല. അങ്ങനെ കുറെ ആയതിനു ശേഷം ഓർമ്മ വന്ന് അപ്പോ രണ്ടാമത് മടക്കി
ഈ 2 ദിക്റുകൾ തന്നെ ചൊല്ലുകയും ചെയ്ത് അതുകൊണ്ട് പ്രതിഫലം നഷ്ടപ്പെടുമോ? അല്ലെങ്കിലും ഉടനെ ആവണം എന്നത് പൂർണ്ണ രൂപത്തിന്റെ സുന്നത്താണ്. മറ്റ് ദിക്റുകൾക്ക് ശേഷം ചൊല്ലിയാലും അതിന്റെ പ്രതിഫലം ലഭിക്കും. പക്ഷേ ഉടനെ ചെല്ലുന്നതിന് പ്രത്യേക പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നഷ്ടപ്പെടാൻ ഇടയുണ്ട്. അത് നിസ്കാരത്തിൽ സലാം വീട്ടിയ അതേ ഇരുത്തത്തിൽ ഇരുന്ന് ഉടനെ തന്നെ ചൊല്ലിയാൽ പ്രത്യേകം പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ വേണം. എന്നാൽ ഈ ദിക്റുകൾ രണ്ടും ചൊല്ലിയാലുള്ള പ്രത്യേക ഗുണം അടിസ്ഥാനപരമായ അസ്ലിയായ സുന്നത്ത് കിട്ടും. പൂർണ്ണരൂപം ഉടനെ ചെല്ലുന്നതാവുന്നു. അപ്പൊ ഉടനെ ചെല്ലാൻ വിട്ടുപോയി എന്നതുകൊണ്ട് രണ്ടാമത് മടക്കി ചെല്ലൽ ഉപേക്ഷിക്കേണ്ട. രണ്ടാമത് മടക്കി ചെല്ലിയാൽ അതിന്റെ പ്രതിഫലം കിട്ടും. പക്ഷേ പൂർണ്ണമായ രൂപം സലാം വീട്ടിയ അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് ഉടനെ ചെല്ലലാവുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഇവിടെ നെറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ കട്ടിങ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഉസ്താദ്, ഞങ്ങള് ഈ മക്കയായിട്ട് ബന്ധപ്പെടുന്നോണ്ട് ചോദിക്കാണ്, യഥാർത്ഥത്തിൽ ഈ മക്കത്തിന്റെ അതിര് ഏതാണ്? അപ്പോ നമുക്ക് അറിയാനാണ്. അപ്പൊ മക്കം വിട്ടിട്ട് നമ്മള് പിന്നെ ഇത്ര മറയിൽ പോകുമ്പോൾ നമ്മള് ഇത് ഇതാന്റെ തോപ്പൊക്കെ ചെയ്യണല്ലോ. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഈ മക്കന്റെ അതിര് ഏതാണ്, ഇപ്പോഴത്തെ അതിര് ഏതാണ് എന്ന് ഒന്ന് അറിയാനാണ്. അസ്സലാമു അലൈക്കും. മക്കത്തിന്റെ അതിര് വേണമെങ്കിൽ അതിപ്പോ മക്കയെ സംബന്ധിച്ച ചരിത്രം പറയുന്ന അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ആധുനിക കിതാബുകൾ കിട്ടും. അത് നോക്കി അതിർത്തി കണ്ടുപിടിക്കാനേ വഴിയുള്ളൂ. ഇവിടെ എന്റെ കയ്യിൽ ആ പുസ്തകങ്ങളൊന്നുമില്ല. അതൊക്കെ ഉള്ളത് അവിടെ ജിദ്ദയിലാണുള്ളത്. അത് അടുത്തുള്ള ആളുകളോട് അന്വേഷിക്കലാണ് നല്ലത്. അതല്ലെങ്കിൽ അതുമായിട്ട് അറിയുന്ന അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ അറിവുള്ള ആളുകളോട് ചോദിച്ചാലും പറഞ്ഞുതരും. അത് കിതാബുകളിൽ വ്യക്തമായി അടയാളപ്പെടുത്തുകയും അതിന്റെ അതിർത്തികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദീകരിക്കുന്ന കിതാബുകളൊക്കെ ജിദ്ദയിലാണുള്ളത് എന്നതുകൊണ്ട് കൃത്യമായി അത് പറഞ്ഞുതരാൻ എന്നെ സംബന്ധിച്ച് സാധ്യമല്ല. ഉസ്താദേ, ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാവുന്ന സമ്പത്തുണ്ടായിട്ടും ഹജ്ജ് ഉംറ ചെയ്യാതെ പിന്തിരിഞ്ഞാല് അതിനുള്ള ഇസ്ലാമിക വിധി എന്താണ്? അതേപോലെ തന്നെ ഹജ്ജ് ഉംറ നിർബന്ധമാവുന്ന അവസ്ഥ എന്താണ്? ഇത് ഒരാൾ ചോദിക്കാൻ വേണ്ടി തന്നാണ്. ഹജ്ജ് നിർബന്ധമാവുന്ന 2 അവസ്ഥ ഉണ്ട്. ഒന്ന് സ്വന്തം ശരീരം കൊണ്ട് ഹജ്ജും ഉംറയും നിർബന്ധമാവുന്നവരുണ്ട്. മറ്റൊന്ന് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കൽ നിർബന്ധമാവുന്നവരും ഉണ്ട്. അഥവാ തന്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് വരെ വേണ്ട ചിലവിലേക്ക് വേണ്ട സാമ്പത്തിക കഴിവും, കടമുണ്ടെങ്കിൽ ആ കടം കഴിച്ചും ഹജ്ജിന് പുറപ്പെട്ട് ഹജ്ജ് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്താൻ ആവശ്യമായ സാമ്പത്തിക ശേഷി ഉള്ള ഒരാളെ സംബന്ധിച്ച് ഹജ്ജും ഉംറയും നിർബന്ധമാണ്. അതേ സമയത്ത് ഒരു വ്യക്തിക്ക് സാമ്പത്തികമായ കഴിവുണ്ട്, ശാരീരികമായി യാത്ര ചെയ്യാനുള്ള ആവതിയില്ല. ഉദാഹരണം, വാദം കൊണ്ടൊരു ഭാഗം കുഴഞ്ഞു പോയ ആളാണ്. അതുപോലെ വാർദ്ധക്യം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാതെ അനാരോഗ്യം ബാധിച്ച ആളാണ്. ഇങ്ങനെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ആളാണ്. അതോടുകൂടി സാമ്പത്തികമായ കഴിവുണ്ടെങ്കിൽ ഹജ്ജിന് വേണ്ട ചിലവുകളും ആവശ്യമെങ്കിൽ കൂലിയും കൊടുത്തുകൊണ്ട് മറ്റൊരാളോട് ചെയ്യിക്കൽ ഉജൂബാവും. അപ്പോൾ ദേഹം കൊണ്ടും ധനം കൊണ്ടും യാത്രാ സൗകര്യം കൊണ്ടും ഹജ്ജിന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ള ആളുകളാണെങ്കിൽ ശരീരം കൊണ്ട് തന്നെ പോയി നിർവഹിക്കൽ ഉജൂബാണ്. അത് ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടാൽ അയാൾ ഫാസിഖാണ്, പാവിയാണ് എന്ന് വരും. അങ്ങനെ മരണപ്പെട്ടാൽ അയാളുടെ സ്വത്ത് ഓരി ചെയ്യുന്നതിന് മുമ്പ് ഒരാള് കൊണ്ട് ഹജ്ജ് ചെയ്യിക്കാൻ വേണ്ടി വരുന്ന സംഖ്യ എത്രയാണോ അത് മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയുള്ളത് മാത്രമേ അനന്തരാവകാശികൾക്ക് വിഹിതം വെച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി ശരീരം കൊണ്ട് ആരോഗ്യം ഇല്ലാത്ത ആളാണെങ്കിൽ അയാൾക്ക് പോകൽ നിർബന്ധമില്ല. പക്ഷേ ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് വേണ്ട ചെലവും കൂലിയും കൊടുത്ത് ചെയ്യിക്കൽ അയാളുടെ സ്വത്തിൽ നിന്നിട്ട് ചെയ്യിക്കൽ ഉജൂബാണ്. അങ്ങനെയുള്ള ഒരാൾ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അയാളുടെ സ്വത്തിൽ നിന്നും മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കൽ നിർബന്ധമാവും. ചെയ്യാതെ മരണപ്പെട്ട് ശറഈയായ ഇല്ലെങ്കിൽ അയാളുടെ വിധി ഫാസിഖ് എന്നാണ്. അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ സംശയം, ഇപ്പൊ നമ്മള് ഫർദ് നമസ്കാരങ്ങളുടെ ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചെല്ലാറുണ്ട്. അപ്പൊ ചില ഉസ്താദുമാര് അത് ചൊല്ലിക്കഴിഞ്ഞ ശേഷം, അഥവാ അല്ലാഹു അക്ബർ 33 പറഞ്ഞു കഴിഞ്ഞ ശേഷം ചിലപ്പോ
അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ എന്നുള്ള ദിക്റും കൂടെ കൂട്ടാറുണ്ട്. യഥാർത്ഥത്തിൽ അത് അവിടെ സുന്നത്തായി വരുന്നുണ്ടോ? ഇനിയിപ്പോ ചിലപ്പോ ദിക്റില്ലേ അതിപ്പോ എന്താണ് ചെല്ലിയാലി എന്നുള്ളത് വെച്ചാൽ തന്നെയും പിന്നെ ഉസ്താദ് നേരത്തെ ഒരു വ്യക്തി ചോദിച്ചു ഇപ്പോ ലായാലും സുബൈക്ക് ശേഷമുള്ളൊക്കെ ദിക്റ് അപ്പൊ മറന്നാല് പിന്നെ അപ്പോ നമ്മള് അസുരസുന്നത്ത് കിട്ടുമെങ്കിലും അതിന് നിശ്ചയിക്കപ്പെട്ട കൂലി കിട്ടൂല എന്ന് ഉസ്താദ് പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു 100 തേക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് 100 തേക്കാൻ വേണ്ടി ലായാ ഇല്ലല്ലാ എന്നുള്ള ദിക്റും കൂടി ഒന്ന് ചെല്ലിയിട്ട് 100 തേച്ചാൽ പുണ്യുള്ള കാര്യമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ചില വലിയ വലിയ ഉസ്താദന്മാർ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ അല്ലാഹു അക്ബർ കബീറ എന്നുള്ളത് കൂട്ടുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ശരിയായ വശം എന്നൊന്നും പറഞ്ഞെന്ന് അറിയില്ല. അസ്സലാമു അലൈക്കും. സാധാരണ മുഅക്കദായ സുന്നത്തായി കൽപ്പിക്കപ്പെട്ട കൂട്ടത്തിൽ 33 കഴിഞ്ഞാൽ പിന്നെ 100 തേക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഒരു വട്ടം ചൊല്ലുക. അതാണ് അധികം ഹദീസുകളിലും സ്ഥിരപ്പെട്ടത്. അതുകൊണ്ട് അതാണ് മുഅക്കദായ സുന്നത്ത്. എന്നാൽ ചില ഹദീസുകളിലും അതുപോലെ തന്നെ മുൻഗാമികളായ ചില മഹാന്മാരുടെ നടപടികളിലും ഒക്കെ സ്ഥിരപ്പെട്ട മറ്റ് ചില ദിക്റുകളും കൂട്ടത്തിൽ ഓതാറുണ്ട്. അതുകൊണ്ട് ഈ ദിക്റ് 100 വട്ടം ചെല്ലുന്നതിന്റെ ഫളീലത്ത് നഷ്ടപ്പെടുന്നില്ല. അതോടുകൂടി മറ്റേത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത്രയും പ്രസിദ്ധമല്ലെങ്കിലും ഹദീസുകളിലും അതല്ലെങ്കിൽ മഹാന്മാരായ മുൻഗാമികളുടെ നടപടിക്രമങ്ങളിലും പെട്ടതായതുകൊണ്ട് അത് ചെല്ലുന്നത് വിരോധമില്ല, നല്ലത് തന്നെ. ഈ മക്കയിൽ ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിലൊക്കെ പോയി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇഹ്റാമിലാണോ വരേണ്ടത്, അതല്ല സാധാരണ നിൽക്കുന്ന വരാൻ പറ്റുമോ? മക്കയിൽ ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിൽ പോയി തിരിച്ച് മക്ക ശരീഫിലേക്ക് വരുമ്പോൾ ഉംറക്കോ ഹജ്ജിനോ ഇഹ്റാം ചെയ്ത് വരൽ വളരെ മുഅക്കദായ സുന്നത്താണ്. എന്നാൽ നിർബന്ധമല്ല. കാരണം എന്താന്ന് വെച്ചാല് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 മീഖാത്തുകളെ നിർണയിച്ച് പറഞ്ഞുകൊണ്ട് അതുവഴി വരുന്ന ആളുകൾ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് വരുന്ന ആളുകളുടെ മീഖാത്താണ് ഈ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യാതെ വരാൻ പാടില്ല എന്ന് പറഞ്ഞത് ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നവർക്കാണ്. അപ്പൊ ഈ ജോലി മാത്രം ഉദ്ദേശിച്ചു വരുന്ന ആളുകൾ ഇഹ്റാം ചെയ്യാതെ വരുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ നല്ലത് സാധിക്കുമെങ്കിൽ പ്രത്യേക തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥം വരുന്നവരാണെങ്കിലും ഉംറയെങ്കിലും ഇഹ്റാം ചെയ്ത് വരുന്നതാണ് ഉത്തമം. ഇനി ഉംറക്കോ ഹജ്ജിനോ ഇഹ്റാം ചെയ്യാതെ മക്കയിലേക്ക് മീഖാത്ത് വിട്ടുകടന്ന് വരുന്നത് കൊണ്ട് വരുന്നത് ലക്ഷ്യം ഹജ്ജും ഉംറയും അല്ല എന്നതിനാൽ അവർ കുറ്റക്കാരാവുകയില്ല. നല്ലത് ഇഹ്റാം ചെയ്തു വന്നുകൊണ്ട് ഒരു ഉംറയെങ്കിലും നിർവഹിക്കുന്നതാണ് അഫ്ളൽ. ഷാഫി മദ്ഹബിലെ മുഅത്തമദായ ഖൗല്. അതേ സമയത്ത് രണ്ടാം ഖൗലുണ്ട്, അങ്ങനെയല്ല, വുജൂബ് തന്നെയാവും, ഇഹ്റാം ചെയ്ത് വരൽ വുജൂബാവും എന്ന അഭിപ്രായമുണ്ട്. പക്ഷെ അതല്ല വരപ്പെട്ടത് നല്ലതാണ്. അഥവാ ഹജ്ജും ഉംറയും ഉദ്ദേശമില്ലാതെ ജോലി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വരുന്ന ആളുകൾ ഇഹ്റാം ചെയ്യാതെ വരുന്നത് കൊണ്ട് തെറ്റില്ല എന്നതാണ് പറയുന്നത്. ഓക്കെ. ഉലുഹിയ്യത്ത് അറക്കാൻ നിയ്യത്താക്കിയ ഒരാള് അറവ് നടക്കുന്ന സമയത്ത് നാട്ടിലുണ്ടാവാൻ നിർബന്ധമുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കണോ? അങ്ങനെയെങ്കിൽ അവരും താടി മുടി നഖങ്ങൾ നീക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ ഒരു ചോദ്യമുണ്ട്, ഹക്കീക്ക് ആ ഉലുഹിയ്യത്തിന് നിയ്യത്താക്കാൻ പറ്റുമോ? ഉലുഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിച്ച വ്യക്തി ഈ ഉലുഹിയ്യത്ത് അറക്കുന്ന മൃഗത്തിന്റെ അരികെ ഹാജരാകൽ നിർബന്ധമില്ല, നല്ലതാണ്. സാധിക്കുമെങ്കിൽ ഈ മൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് ആ വ്യക്തി ഹാജരാകലും സാധിക്കുമെങ്കിൽ അയാൾ തന്നെ അറുക്കലും സുന്നത്താണ്. അറുക്കാൻ അയാൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അറുക്കാൻ സാധിക്കുന്ന ഒരാളോട് അർപ്പിക്കുകയും ആള് സ്ഥലത്തുണ്ടാവുകയും ചെയ്യുന്നത് നല്ലതാണ്, സുന്നത്താണ്, നിർബന്ധമില്ല. അപ്പോ വിദേശത്തുള്ള ആളുകൾ നാട്ടിൽ ഉലുഹിയ്യത്ത് അറക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അയാളെ നമ്മൾ വക്കാലത്താക്കി ഏൽപ്പിക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടി അയാള് നമ്മുടെ വക്കാലത്ത് പ്രകാരം ചെയ്തിരിക്കണം. ഇതാണ് നമ്മൾ വേണം, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഏൽപ്പിച്ചിട്ട് ആ ഏൽപ്പിച്ച ആള് നമുക്ക് വേണ്ടി ചെയ്തിരിക്കണം. ഒന്ന്. അതോടുകൂടി രണ്ടാമത്തെ ചോദ്യം, അഖീഖത്ത് അറുക്കാനുള്ള ഒരാള് ഉലുഹിയ്യത്തിന്റെ കൂട്ടത്തിൽ അഖീഖത്തും കൂടി കരുതാൻ പറ്റുമോ? അതായത് സുന്നത്തായ അഖീഖത്തും സുന്നത്തായ ഉലുഹിയ്യത്തുമാണെങ്കിൽ
ഒരു മൃഗത്തിൽ 7 ആൾക്ക് വരെ കൂറാവാം എന്നാണല്ലോ നിയമം. അപ്പോ ഒരു കുട്ടിന്റെ അക്കീഖത്ത് അറുക്കാൻ ഒരു ഭാഗവും ബാക്കി ഉദൂഹിയത്തുമായി കരുതിയാൽ ഒരു മൃഗം കൊണ്ട് തന്നെ രണ്ടും നടക്കും. അങ്ങനെ 7 വരെ ഷെയറാവാം. ഉദാഹരണം, ഒരാൾക്ക് അയാളും അയാളുടെ ഭാര്യയും 2 മക്കളും ഉണ്ട് എന്നിരിക്കട്ടെ. ഈ 2 മക്കൾക്കും അക്കീഖത്ത് അറുത്തിട്ടില്ല എന്ന് വെക്കുക. അപ്പൊ 7 ഷെയർ ഉള്ള ഒരു പോത്ത് അല്ലെങ്കിൽ ഒരു കാള ഇയാൾ വാങ്ങി. അതിൽപ്പെട്ട ഒരു ഓഹരി തന്റെ ഉദൂഹിയത്തും ഒരു ഓഹരി ഭാര്യയുടെ ഉദൂഹിയത്തും ഓരോ ഓഹരി വീതം 2 മക്കളുടെ ഉദൂഹിയത്തും, അങ്ങനെ 4 ഓഹരി ഉദൂഹിയത്തായിപ്പോയി. പിന്നെ 2 മക്കൾക്ക് ഒരു മകന് ഒരു ഓഹരിയും അല്ലെങ്കിൽ ഒരു മകൾക്ക് ഒരു ഓഹരിയും ഒരു മകന് 2 ഓഹരിയും അക്കീഖത്തും കരുതി. അങ്ങനെ 7 ആയി വീതിച്ച് അതിൽപ്പെട്ട 3 ഓഹരി അക്കീഖത്തും 4 ഓഹരി ഉദൂഹിയത്തുമാക്കി. അതിനൊന്നും കുഴപ്പമില്ല. അതായത് 7 ആടുകൾക്ക് വരെ ഒരു മൃഗത്തിൽ ഷെയറാകാം എന്നതുപോലെ 7 കാര്യത്തിന് വരെ ഒരു മൃഗത്തിൽ ഷെയറാവാൻ പറ്റും എന്ന് ചുരുക്കം. അപ്പോ അറുക്കുന്ന മൃഗം ആടാണെങ്കിൽ ഇതൊന്നും പറ്റൂല. ഒരാടാണ് ഏറ്റവും ചുരുങ്ങിയത്. അത് ഉദൂഹിയത്ത് കരുതിയാ പിന്നെ അക്കീഖത്തിന് പറ്റൂല, അക്കീഖത്ത് കരുതിയാ ഉദൂഹിയത്തിന് പറ്റൂല. പോത്തോ മോരിയോ ഒക്കെ ആണെങ്കിൽ അതിൽപ്പെട്ട 7 നിശ്ചിത വിഹിതം അക്കീഖത്തായിട്ടും ബാക്കി നിശ്ചിത വിഹിതം ഉദൂഹിയത്തായിട്ടും കരുതുന്നത് കൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ കയ്യേർത്ത് നിൽക്കുന്ന ആരും മൈക്കെടുക്കുന്നില്ലല്ലോ? ഉസ്താദേ, എനിക്കുള്ളൊരു ചോദ്യം, ഇവിടെ വന്ന ചോദ്യം, ളുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കിയാൽ അസറിനെ ആദ്യം നിസ്കരിക്കാമോ എന്നാണ് ചോദിച്ചത്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ളുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കിയാൽ ആദ്യം ളുഹർ നിസ്കരിച്ച് പിന്നീട് അസർ നിസ്കരിക്കലാണ് സുന്നത്ത്. എന്നാൽ ആദ്യം അസർ നിസ്കരിച്ചതിന് ശേഷം പിന്നീട് ളുഹർ നിസ്കരിച്ചാലും തെറ്റില്ല. മനസ്സിലായോ? ഒരാള് ളുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കിയിരുന്നു. അങ്ങനെ പള്ളി കയറി, അപ്പോ അസറിന്റെ ജമാഅത്ത് തുടങ്ങി. അപ്പോ ആ ജമാഅത്തിൽ തുടർന്ന് അസർ നിസ്കരിച്ചു, അതിനുശേഷം ളുഹർ നിസ്കരിച്ചു. അതുകൊണ്ട് തെറ്റില്ല. എന്നാൽ ആദ്യം ളുഹർ നിസ്കരിക്കുകയും പിന്നീട് അസർ നിസ്കരിക്കുകയും ചെയ്യുക എന്നത് സുന്നത്താണ്. അതേസമയത്ത് മുന്തിച്ച് ജമ്മാക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. അതായത് അസറിനെ ളുഹറിന്റെ വഖത്തിലേക്ക് മുന്തിച്ച് ജമ്മാക്കുകയാണെങ്കിൽ ആദ്യം ളുഹർ നിസ്കരിക്കൽ ഷർത്താണ്, അതിനുശേഷമേ അസർ നിസ്കരിക്കാൻ പാടുള്ളൂ. മുന്തിച്ച് ജമ്മാക്കുന്നോർത്ത് തെർത്തീബ് ഷർത്താണ്, പിന്തിച്ച് ജമ്മാക്കുന്നോർത്ത് തെർത്തീബ് സുന്നത്തേ ഉള്ളൂ. അതുകൊണ്ട് അസർ നിസ്കരിച്ചതിന് ശേഷം ളുഹർ നിസ്കരിച്ചാലും ജമ്മിന് കുഴപ്പമൊന്നുമില്ല, സഹിയാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്ന പ്രതീക്ഷിക്കുന്നു. എന്റെ സംശയം, ഒരാള് സ്വന്തം ഭാര്യയ്ക്ക് ഗർഭമായപ്പോൾ അദ്ദേഹത്തിന് ചില വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന് വിഷയങ്ങൾ തീരാൻ വേണ്ടിയിട്ട് ഒരു ആടിനെ നേർച്ചയാക്കി, ഒരാളുടെ പേരിൽ ഒരു മുറിവ് വയ്ക്കാൻ വേണ്ടി ആട് നേർച്ചയാക്കി. ആ ആടിനെ നേർച്ചയാക്കിയോടുകൂടെ അൽഹംദുലില്ലാഹ് ഭാര്യ സുഖമായി പ്രസവിച്ചു. ആ ഭാര്യയ്ക്ക് വേണ്ടി ആ ആടിനെ അറക്കുമ്പോൾ, ആ നേർച്ചയ്ക്കായി ആടിനെ അറക്കുമ്പോൾ അതിൽ ഹക്കീക്കത്ത് കരുതി ഒരാടിനും കൂടെ ചേർത്ത് അറുത്താൽ ഇത് രണ്ടും കൂടെ വീടുമോ എന്ന സംശയം. അല്ലെങ്കിൽ ഈ നേർച്ചയാക്കിയത് കുടുംബത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നേർച്ചയാക്കിയവർക്ക് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു മസലയും ഉണ്ടോ എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ദുആസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നേർച്ചയാക്കിയ മൃഗം വുജൂബാവും. വുജൂബായ അറവ് ഈ അർത്ഥ വ്യക്തിക്കും അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും എടുക്കാതെ മറ്റ് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട സാധുക്കളായ മിസ്കീന്മാരായ ആളുകൾക്ക് സദഖ ചെയ്യൽ നിർബന്ധമാവും. അതേസമയത്ത് അക്കീഖത്ത് അർത്ഥ സുന്നത്തായ അക്കീഖത്താവുമ്പോൾ അതിൽ നിന്ന് അല്പം എടുക്കുക, അത് തന്നെ കരളിൽ നിന്നാവുക, താനും തന്റെ കുടുംബങ്ങളും അതിൽ നിന്ന് ഉപയോഗിക്കുക എന്നത് സുന്നത്താണ്. അല്പം എടുത്ത് ബാക്കി മുഴുവനും സദഖ ചെയ്യലാണ് ഏറ്റവും നല്ലതെങ്കിലും 1/3 ഭാഗം സദഖ ചെയ്യുകയും 1/3 ഭാഗം കഴിവുള്ള ആളുകൾക്ക് ഹദിയ കൊടുക്കുകയും ബാക്കി 1/3 ഭാഗം തനിക്കും കുടുംബത്തിനും എടുക്കുകയും ചെയ്യാം. എന്നാൽ ബർക്കത്തിന് വേണ്ടി അല്പം എടുത്ത് ബാക്കി മുഴുവനും സദഖ ചെയ്യലാണ് ഉത്തമം.
അത് സുന്നത്തായ ഹഖീഖത്ത്. അതേസമയത്ത് നേർച്ചയാക്കിയത് അത് സാധുക്കൾക്ക് സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഫക്കീർ മിസ്കീന്മാരിൽപ്പെട്ടവർക്ക് മുഴുവനായും കൊടുക്കൽ ഉജൂബാണ്. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിക്കുഴക്കാതെ നേർച്ചയാക്കിയത് അറുത്ത് സദഖയായി കൊടുക്കുകയും ഹഖീഖത്ത് അറക്കുന്നതിൽ നിന്ന് അല്പം എടുക്കുകയും ബാക്കിയുള്ളത് സദഖ ചെയ്യുകയുമാണ് വേണ്ടത്. രണ്ടും കൂടി കൂട്ടിക്കുഴക്കാതിരിക്കുക. കാരണം ഒന്ന് ഉജൂബായതും ഒന്ന് സുന്നത്തായതുമാണ്. തന്നെയല്ല, ഉജൂബായത് തനിക്കും താൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായിരിക്കും എടുക്കാതെ മറ്റു പുറത്തേക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് അത് മറ്റേ കൂട്ടത്ത് കൂടാതിരിക്കാൻ വേണ്ടി രണ്ടും വേറെ വേറെ തന്നെ ചെയ്ത് നേർച്ചയാക്കിയത് സദഖയായി കൊടുത്തു തീർക്കുക. അല്ലാത്തത് അല്പം സ്വന്തത്തിനും കുടുംബത്തിനും വേണ്ടി എടുത്തിട്ട് ബാക്കിയുള്ളത് ധർമ്മം ചെയ്യുക. അതിൽ കുറച്ച് സദഖയും കൊടുക്കുക, കുറച്ച് ഹദിയ വെക്കുകയും ചെയ്യാം. ഓക്കെ, സമയം 6 മണി കഴിഞ്ഞതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ക്ഷമിക്കുക. നമ്മളെ കീശീരിയൊക്കെ കൈപോക്കി ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഇനി കീശീരി 6 മണി കഴിഞ്ഞു. അപ്പൊ ഇനി സമയം ഉണ്ടാവില്ല. ഇനി നീണ്ടുപോയാൽ ഇപ്പം മഗ്‌രിബ് ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. നേരത്തെ ആലൂർ രാജിന്റെ സംശയം അത് യഥാർത്ഥമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് മൈക്ക് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കിതാബ് നോക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ പറയാം എന്ന് ഉണർത്തി. കീശീരിഞ്ഞ് ഒരു ചോദ്യത്തിനൊന്നും സമയമില്ല. കീശീരി എന്താ ഈ കീശീരിക്ക്? എന്നാ വേഗം ചാടിക്കോ. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ടാണ്. എല്ലാം പ്രധാനപ്പെട്ട തന്നെയാണ്. ജുമാക്ക് പിന്തി തുടർന്നവനെ തുടർന്നു നിസ്കരിച്ചാൽ ജുമാ കിട്ടുമോ എന്നാണ് ചോദ്യം. ശതമായിക്കോട്ടു. ജുമാക്ക് ഒന്ന് പിന്തി തുടർന്ന ആളെ ജുമാക്ക് പിന്തി തുടർന്നവനെ തുടർന്നു നിസ്കരിച്ചാൽ ജുമാ കിട്ടുമോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. സാങ്കേതികമായി അങ്ങനെ പറയാം. അതായത് ഒരു റക്അത്ത് ജുമാക്ക് ജമാഅത്ത് ഷർത്തുള്ളൂ. അപ്പൊ ഇമാമിന്റെ 1-ാം റക്അത്ത് കഴിഞ്ഞ ശേഷം ഒരു മസ്ബൂക്ക് ഒന്ന് തുടർന്നു. ഇമാമിന്റെ കൂടെ ഒരു റക്അത്ത് പൂർണ്ണമായി ലഭിച്ചു. അതോടുകൂടി ഈ മസ്ബൂക്കായ മനുഷ്യന് ജുമാ കിട്ടി. കാരണം ഒരു റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടിയത് കൊണ്ട്. അയാള് സലാം വീട്ടുന്നതിന് മുമ്പ് ഒരു റക്അത്ത് ഇമാം സലാം വീട്ടിയതിന് ശേഷം ഒരു റക്അത്ത് പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ അയാളോട് മറ്റൊരാൾ വന്ന് തുടർന്നാൽ ആ തുടർച്ച സഹീഹാണ്. അതുകൊണ്ട് സഹീഹായ ജുമാ നിസ്കരിക്കുന്ന വ്യക്തിയോട് കൂടി ഒരു റക്അത്ത് ഈ പിന്തി തുടർന്ന വ്യക്തിക്ക് കിട്ടിയത് കൊണ്ട് അയാളുടെ ജുമയും സഹിയാകും എന്ന് മഹാന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. യാനത്തിലും മറ്റും അങ്ങനെ